8.1 അടുത്ത സെക്ഷനാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ സെക്ഷൻ നിങ്ങൾക്ക് നല്ല മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിക്കടാ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എൻക്ലോസ്ഡ് ബൈ ദ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ എക്സ് ഈസ് ഈക്വൽ ടു √3y ആൻഡ് ദ സർക്കിൾ എന്താണ് x² + y² = 4. രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. കണ്ടീഷൻസ് മാത്രം നോക്കിയാൽ മതി. x² + y² = 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി അത് നിങ്ങൾക്ക് അറിയാം, അത് എന്തിന്റെ കണ്ടീഷനാണ്? സർക്കിളിന്റെ കണ്ടീഷനാണ് അല്ലേ. അതേപോലെ x ഈസ് ഈക്വൽ ടു √3y എന്ന് പറഞ്ഞാൽ വേറൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അത് ഒബ്വിയസ്ലി ഒരു ലൈനിന്റെ കണ്ടീഷനാണ്, ലൈനിന്റെ ഇക്വേഷൻ ആണ്. ലൈനിനെയാണ് x ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞു എഴുതുന്നത്. മെയിൻലി ലൈനിന്റെ ഇക്വേഷൻ ആണ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് സർക്കിൾ വരയ്ക്കാം. നല്ല ഭംഗിയിൽ വരയ്ക്കാം അല്ലേ. നമുക്ക് നേരത്തെ എടുത്ത അത് വെച്ച് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു സർക്കിള്. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. അതില് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത് കേട്ടോ. x² + y² = 4. ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. x² + y² = 4. ഇതിനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് x ഈസ് ഈക്വൽ ടു √3y. നിങ്ങൾക്ക് ആ ലൈൻ വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല x ഈസ് ഈക്വൽ ടു √3y എന്ന് പറഞ്ഞാൽ ആ ലൈൻ എങ്ങനെ വരയ്ക്കുമെന്ന്. പക്ഷേ ഇതിൽ നിന്ന് ഈ സർക്കിളിന്റെ റേഡിയസ് മനസ്സിലാക്കാൻ പറ്റും. റേഡിയസ് എന്താണെടാ? 2 ആണ് അല്ലെ. 20 എന്നല്ലേ. കാരണം എന്താ? a² എന്ന് പറഞ്ഞാൽ 4 ആണ്, a എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? 2 ആണ്. രണ്ടിന്റെ റേഡിയസ് എന്താണ്? 2 ആണ്. മിഡ് പോയിന്റ് 0 0 അതൊക്കെ നിങ്ങൾക്ക് അറിയാം. മറ്റേ 2 0 2 എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസ് 0 ഒബ്വിയസ്ലി എക്സ് ആക്സിസ് ആയതുകൊണ്ട് 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് അവിടെ വന്നേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, ഇനി വരയ്ക്കാനുള്ള ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ല. അത് വളരെ ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണത്. അതായത് x ഈസ് ഈക്വൽ ടു √3y അല്ലെ. എങ്ങനെ വരയ്ക്കും? ഇപ്പൊ അവിടെ √3 ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കും. √3 ഇല്ല എന്നുള്ള കോൺസെപ്റ്റ് ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു y അല്ലേ. x ഈസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞ ലൈൻ എങ്ങനെ വരയ്ക്കും? ഒന്ന് ആലോചിക്കട്ടെ. എക്സിന്റെ വാല്യൂ 1 വരുമ്പോൾ y-യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അതല്ലേ x ഈസ് ഈക്വൽ ടു y. എക്സിന്റെ വാല്യൂ 2 വരുമ്പോൾ y ഈസ് ഈക്വൽ ടു 2, x ഈസ് ഈക്വൽ ടു 3 വരുമ്പോൾ y ഈസ് ഈക്വൽ ടു 3. അപ്പൊ ആ പോയിന്റ്സ് ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. ഇവിടെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 1 1 2 2 3 3 എന്നുള്ള പോയിന്റ്സ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ലൈൻ ഇതാണ് ലൈൻ അല്ലേ. അതിന്റെ കൂടെ ഒരു √3 കൂടെ വന്നല്ലേ ഉള്ളൂ. √3യുടെ വാല്യൂ ഒക്കെ വളരെ ചെറുതല്ലേ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ഇത് ചെയ്യേണ്ട. അതായത് x ഈസ് ഈക്വൽ ടു √3 എന്ന് പറഞ്ഞ ലൈനും ഒബ്വിയസ്ലി എങ്ങനെ വരത്തുള്ളൂ? ഇപ്പൊ നമ്മൾ വരച്ച രീതിയിലേ വരത്തുള്ളൂ, വേറൊരു രീതിയിലല്ല വരുന്നത്. നമ്മളിപ്പോ എങ്ങനെ വരച്ചു ആ രീതിയിൽ x ഈസ് ഈക്വൽ ടു √3 എന്ന് പറഞ്ഞ ലൈനെ വരത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ തന്നെ വരയ്ക്കാം. നോക്കാം. ഒരു ലൈനിന്റെ കാര്യമല്ലേ ഉള്ളൂ. ആ ലൈൻ അതേപോലെ വരയ്ക്കുക. കണ്ടോ, ഇതാണ് x ഈസ് ഈക്വൽ ടു √3 എന്ന് പറഞ്ഞ ലൈൻ. ക്ലിയർ ആയോ? ജസ്റ്റ് ഒരു ലൈൻ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നമുക്ക് റഫ് ഫിഗർ മതി, ഡീറ്റെയിൽഡ് ഫിഗർ വേണ്ട. ഇതാണ് x ഈസ് ഈക്വൽ ടു √3y എന്ന് പറഞ്ഞ ഫിഗർ. നമ്മളൊരു ആർബിട്രറി ആയിട്ട് എടുത്ത് വരയ്ക്കുന്നു എന്നല്ലേ. നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യവും നമുക്കില്ല. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ആൻഡ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ആക്സിസും കൂടെ ചേർന്ന പോയിന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഷെയ്ഡ് ചെയ്യാനുള്ളത്. ശ്രദ്ധിച്ചോ, അതായത് ഇത്രയും പോർഷനാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രണ്ട് പാർട്ടായിട്ടാണ്. അതായത് നമ്മൾ ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. ശ്രദ്ധിച്ചേടാ, ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഇത് തൊട്ട് ഇതുവരെ ഒരു സെറ്റും അടുത്ത സെറ്റുമായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റില് രണ്ട് ഇക്വേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. രണ്ട് ഇക്വേഷൻ, കാരണം ഇത് രണ്ട് ഏരിയാസ് ആണ്. കാരണം ഇതിനകത്ത് ലൈനിന്റെ പോർഷനും ഉണ്ട്, സർക്കിളിന്റെ പോർഷനും ഉണ്ട്. സോ ഈ ലാർജർ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ പോർഷൻ ആണെടാ? ലൈനിന്റെ പോർഷനാണ്. കാരണം അതിനകത്ത് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടത്തില്ല. ഈ പോയിന്റ്, ആ പോയിന്റ് ഒരു എന്തിന്റെ അണ്ടറിലാണ് കിടക്കുന്നത്? ആ ഒരു ലൈനിന്റെ അണ്ടറിലാണ് കിടക്കുന്നത്. നമ്മൾ വരച്ച ഈ ഒരു ലൈനിന്റെ അടിയിലാണ് അത്രയും പോർഷൻ കിടക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള പോർഷനോ അതൊരു സർക്കിൾ, കാരണം അവിടെ ഒരു കർവ് പോർഷനും കൂടെ ഇല്ലേ. അപ്പൊ അത് ഇവിടെ ഒരു സർക്കിളിന്റെ പോർഷനിലാണ് കിടക്കുന്നത്. അതായത് ഫസ്റ്റ് ലൈനിന്റെ പോർഷൻ നമ്മൾ ചെയ്യണം, അതിന്റെ കൂടെ സർക്കിളിന്റെ പോർഷൻ ആഡ് ചെയ്യണം. ലൈനിന്റെ പോർഷൻ ചെയ്യുമ്പോൾ ലൈനിന്റെ ഇക്വേഷൻ വേണം നമ്മൾ എടുക്കാൻ, അതായത് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇത് വേണം ലൈനിന്റെ പോർഷൻ ചെയ്യുമ്പോൾ എടുക്കാൻ. അതേപോലെ സർക്കിളിന്റെ പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി സർക്കിളിന്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മളിപ്പോൾ ലൈനും സർക്കിളും വരച്ചു. ലൈനിന്റെ ആ ജോയിനിങ് മിഡ് പോയിന്റ് ലൈനും സർക്കിളുമായിട്ട് ജോയിൻ ചെയ്യുന്ന പോർഷൻ്റെ അവിടെ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്യുന്ന ആ പോയിന്റ് വരെ എന്തിന്റെ അണ്ടറിലാണ് കിടക്കുന്നത്? ലൈനിന്റെ അണ്ടറിലാണ് കിടക്കുന്നത്. അവിടെ സർക്കിളിന്റെ പോർഷൻസ് ഒന്നും ടച്ചിങ് ഇല്ല. എന്നിട്ടുള്ള ബാക്കി പോർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഈ ഷേപ്പിലുള്ള ഒരു പോർഷനാണ്. ഞാൻ വരച്ച് കാണിച്ചത്. എന്താ ഈ ഷേപ്പിലുള്ള ഒരു പോർഷനാണ് ബാക്കി കിടക്കുന്നത്. കണ്ടല്ലോ,
ഈ ഷേപ്പിലുള്ള പോർഷനാണ് ബാക്കി കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിലൊരു കർവ്ഡ് പോർഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇത് സർക്കിളിന്റെ അണ്ടറിൽ വരുന്ന ഒരു പോർഷൻ ആണെന്ന് വിളിക്കാം. സോ ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ പരിപാടി. അതിന് അത് പരിപാടി കഴിഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എളുപ്പമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കുക, ഒരു കാര്യം ആലോചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിപ്പോ രണ്ട് പോർഷൻ ആണല്ലേ, ഒന്ന് ഇന്റഗ്രൽ ഓഫ് ലൈനിൻ്റെത് ചെയ്യുക, അതിൻ്റെ കൂടെ ഇന്റഗ്രൽ ഓഫ് സർക്കിളിന്റെ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നിങ്ങൾക്ക് കിട്ടി. ഇപ്പൊ ലൈനിന്റെ വൈയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയത്തില്ലേ, ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് വൈ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സർക്കിളിന്റെ വൈ കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾ ആലോചിക്കാനുള്ള കാര്യം എന്താണ്, എക്സ് ലിമിറ്റ്സ്, എക്സിന്റെ ലിമിറ്റ്, എക്സ് ഏത് തൊട്ട് ഏത് വരെ വേരി ചെയ്യുന്നു ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഫസ്റ്റ് എക്സിന്റെ വാല്യൂ ഇവിടെ 0 ആണ്, എക്സ് വരെ കോർഡിനേറ്റ് 0 ആണെന്ന് അറിയാം, ലാസ്റ്റും എക്സ് വരെ കോർഡിനേറ്റ് അറിയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി ഒരു 90% കൺഫേം എക്സിന്റെ ലിമിറ്റ്സ് ഉണ്ട്. ഒന്ന് 0 ആണ്, ഒന്ന് 2 ആണ്. പക്ഷെ ഇത് രണ്ടും പോരാ. ലൈനിന്റെ ചെയ്യുമ്പോൾ 0 to ലൈൻ പെർപെൻഡിക്കുലർ എൻഡ് ചെയ്യുന്നല്ലട ലൈനിന്റെ പോർഷൻ, അവിടുത്തെ പോയിന്റ് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. നിലവിൽ ഇതുവരെയായിട്ട് നമ്മൾ അത് കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിക്കണം. ആ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റിലുള്ള എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതുവരെയാണ് എന്ത്, ലൈനിന്റെ ലിമിറ്റ്. വീണ്ടും സർക്കിളിന്റെ ലിമിറ്റ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കണ്ടുപിടിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഞാൻ എന്താ ബ്ലൂ കളർ വെച്ച് മാർക്ക് ചെയ്യുന്ന പോർഷൻ നോക്കിയോ, ഇത് ബ്ലൂ അല്ലല്ലോ, അതിപ്പോ പച്ചയല്ലേ, സോറി പച്ച കളർ വെച്ച് മാർക്ക് ചെയ്ത പോർഷൻ, ആ പോർഷൻ, ആ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചാലേ 0 to ആ പോയിന്റ് വരെ ലൈനിന്റെ പോർഷനും ആ പോയിന്റ് തൊട്ട് ബാക്കിയുള്ള പോർഷൻ എന്തിന്റെയാണ്, സർക്കിളിന്റെ പോർഷൻ. അതുകൊണ്ട് ഏത് വരെയാണടാ, 2 വരെയാണ് അല്ലേ, അതുകൊണ്ട് 2 വരെയാണ് സർക്കിളിന്റെ പോർഷൻ. ആ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ആ പോയിന്റ് കണ്ടുപിടിക്കാം? പോയിന്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്സിന്റെ പോയിന്റ് കിട്ടും. നിങ്ങൾക്ക് എക്സിന്റെ ലിമിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്, x² + y² = 4 അല്ലേ, x² + y² = 4 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതേപോലെ x = √3y എന്ന് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് y കണ്ടുപിടിക്കാം. y = എന്ത് കിട്ടും, x/√3 എന്ന് കിട്ടുമല്ലോ. ഇതെടുത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എക്സിന്റെ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ജോയിനിങ് പോർഷൻ കിട്ടും. ഒന്നുമില്ല, രണ്ട് ഇക്വേഷൻസിനെയും കൂടെ ഇക്വേറ്റ് ചെയ്താൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോർഷനാണ് ജോയിനിങ് പോർഷൻ. സോ x² + y അവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, x/√3 the whole square = 4. അപ്പൊ എന്ത് കിട്ടും, x² + x²/3 = 4 കിട്ടുമല്ലോ. ലെഫ്റ്റ് സൈഡിൽ LC എടുത്താൽ എന്ത് കിട്ടും, 3x² + x²/3 = 4. അതായത് 4x²/3 = 4 അല്ലെ. രണ്ട് സൈഡിലും 4 നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 4 കട്ട് ചെയ്ത് എന്ത്, 4 രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x²/3 = 1, x² = 3 എന്ന് കൊടുക്കാം, x എന്ത് കൊടുക്കാം, √3 ± √3 എന്ന് കൊടുക്കാം. സോ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിലാണ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാല്യൂ കിട്ടി. ശ്രദ്ധിച്ചോടാ, നമുക്ക് വാല്യൂ കിട്ടി. ഈ പോയിന്റ് ആണ് √3. കാരണം എക്സിന്റെ പോയിന്റ് മാത്രം മതി. എക്സിന്റെ വാല്യൂ ആണ് ±. നെഗറ്റീവ് വാല്യൂ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. പോസിറ്റീവ് വാല്യൂ x = +√3 എന്ന് പറഞ്ഞാൽ പോയിന്റ് കിട്ടി. ആ √3 ആണ് ഇവിടെയും ഇവിടെ. അതായത് 0 മുതൽ √3 വരെ ലൈനിന്റെ അണ്ടറിലാണ്. അതേപോലെ √3 മുതൽ 2 വരെ എന്താണ്, സർക്കിളിന്റെ അണ്ടറിലാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ആ ഫിഗർ നോക്കി കമ്പയർ ചെയ്യും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് സെക്ഷൻ എടുത്തായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്നത്. സോ ലൈനിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 to √3 ലൈനിന്റെ ഇക്വേഷൻ എന്താണ്, ലൈനിന്റെ വൈ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്, ഈ സൈഡിൽ കിടപ്പുണ്ട് x/√3 അല്ലെ, x/√3 ലൈനിന്റെ വൈയുടെ ഇക്വേഷൻ x/√3 × dx പ്ലസ് സർക്കിളിന്റെ വൈയുടെ ഇക്വേഷൻ. സർക്കിളിന്റെ വൈയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചില്ല, കണ്ടുപിടിക്കാം, എളുപ്പമാണ്. എന്താണ്, x² + y² = x² + y² = 4. അപ്പൊ അതിൽ നിന്ന് സർക്കിളിന്റെ y അല്ലേ കണ്ടുപിടിക്കുള്ളൂ. 4 - x², y = എന്താണ്, √4 - x². ഓക്കെ, കണ്ടുപിടിച്ചു. നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്, എന്താണ് 4 - x² × dx. ഓക്കെ, വീണ്ടും എന്താണ്, ഇന്റഗ്രേഷനിലെ ഫോർമുലയല്ലേ, √√a² - x² എന്നുള്ള ഫോർമുലയായി. ഫോർമുല ഞാൻ ഈ സൈഡിൽ എഴുതാം, നോക്കിക്കോ. ഇന്റഗ്രൽ √a² - x². എന്താണടാ അത്, x/2 × √a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് എന്താണ്, x/a. ഇതാണ് ഫോർമുല. ഇതെല്ലാം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇത്രയും സ്ഥലം പോരാ, എങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നോക്കിയോ, എടാ ഇവിടെ ശ്രദ്ധിക്കേ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 1/√3 നമുക്ക് പുറത്തെടുക്കാം. കാരണം എന്താണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. 0 to √3 x dx പ്ലസ് അതും കൂടെ ഞാൻ അതേപോലെ ഒന്നും കൂടെ എഴുതുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാമേ.
ഡോണ്ട് വറി, എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ശ്രദ്ധിക്കടാ. ഫസ്റ്റ് പാർട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്താണ് റൂട്ട് എക്സിൻ്റെ ഇൻറ്റഗ്രൽ? എക്സ് റേസ് ടു എൻ അല്ലേ, എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും അല്ലേ. അതായത് എഴുതി കാണിച്ചു തരാം, എക്സ് റേസ് ടു 1 ആണത് ആക്ച്വലി. അപ്പോൾ എന്താണ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞ ഫോമാറ്റ് ആണ് ഇൻറ്റഗ്രൽ. എന്താണ് എൻ്റെ ഇൻറ്റഗ്രൽ? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്ത് കിട്ടും? 1നെ 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, 1 ബൈ റൂട്ട് 3 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ് സ്ക്വയർ ബൈ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ലിമിറ്റ് പുറത്തിട്ട് കൊടുക്കുക. ഓക്കെ, പ്ലസ് അടുത്തത് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാം. എന്താണ്? എക്സ് ബൈ 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയടാ? ലിമിറ്റും കൂടെ ഇടുക, റൂട്ട് 3 ടു 2. മനസ്സിലാവുന്നുണ്ടോ? ഇത് അതിൻ്റെ ഫോമുലയാണ്, ഇതൊന്നും എടുത്ത് വെച്ച് എഴുതരുത്. അതൊക്കെ അതിൻ്റെ ഫോമുലാസ് ആണ്, നമുക്കൊന്നും വേണ്ട. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇതായിട്ട് എഴുതിയത്. നിങ്ങൾ കാര്യം അങ്ങനെ എല്ലാ സ്റ്റെപ്പും എഴുതിയേ പോകത്തുള്ളൂ, പേടിക്കണ്ട. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 1 ബൈ റൂട്ട് 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് റൂട്ട് 3 ആണ്. റൂട്ട് 3 എക്സിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റൂട്ട് 3 സ്ക്വയർ. റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3. റൂട്ട് 3 സ്ക്വയർ ചെയ്താൽ 3 ബൈ 2. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ലോവർ ലിമിറ്റ് എന്താണ്? 0 എക്സിന് കൊടുത്താൽ എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. പ്ലസ് അടുത്ത അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം, അപ്പർ ലിമിറ്റ് 2 അല്ലേ. 2 ഫസ്റ്റ് പാർട്ടിന് കൊടുത്താൽ എന്ത് കിട്ടും? ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഫസ്റ്റ് പാർട്ടിന് ഈ റൂട്ടിനകത്ത് എക്സിന് 2ന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് കിട്ടും? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 4 0. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. സെക്കൻഡ് പാർട്ടിൽ കൊടുത്താൽ എന്ത് കിട്ടൂടാ? 4 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ ഇൻവേഴ്സ് 2. എക്സിന് 2 കൊടുത്താൽ 2 ബൈ 2 1 കട്ടാകുമ്പോൾ 1 കിട്ടും. 2 സൈൻ ഇൻവേഴ്സ് 1 അല്ലേ, കറക്റ്റ് അല്ലേ? മൈനസ് അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് റൂട്ട് 3 ആണ്. റൂട്ട് 3 ശ്രദ്ധിച്ചു കൊടുക്കുക. റൂട്ട് 3 ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 4 മൈനസ് 3 എങ്ങനെ വന്ന് മനസ്സിലായ? റൂട്ട് 3 ആണ് എക്സിന് കൊടുക്കാറുള്ളത്. അപ്പം ഇവിടെ എന്താണ്? റൂട്ട് 3 സ്ക്വയർ ആണ്. റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3. അതുകൊണ്ടാണ് ഞാൻ 4 മൈനസ് 3 എന്ന് എഴുതിയത്. പ്ലസ് 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 സൈൻ ഇൻവേഴ്സ് റൂട്ട് 3 ബൈ 2. അപ്പർ ലിമിറ്റ് കൊടുത്തു, ലോവർ ലിമിറ്റ് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി ഇത് സോൾവ് ചെയ്യാം. തുടക്കം എന്ത് കിട്ടൂടാ? 3 ബൈ 2 റൂട്ട് 3 എന്നല്ലോ. 3 ബൈ 2 റൂട്ട് 3 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ബൈ 2 മൈനസ് ആ ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെ കിട്ടും? റൂട്ട് 3 ബൈ 2. കാരണം 4 മൈനസ് 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. റൂട്ട് 1 എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ റൂട്ട് 3 ബൈ 2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് റൂട്ട് 3 ബൈ 2, അതായത് 2 സൈൻ ഇൻവേഴ്സ് റൂട്ട് 3 ബൈ 2 എന്താണ് ഇവിടെ? പൈ ബൈ 3. ഓക്കെ, ഇങ്ങനെ അറ്റം ഇതിന് കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. 3 ബൈ എപ്പോഴും അങ്ങനെ ചെയ്യണം. ഡിനോമിനേറ്ററിൽ റൂട്ട് വരുമ്പോൾ നമ്മൾ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. മുകളിലും താഴെ ഒരു റൂട്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ ഏതിനാണ് റൂട്ട് ഉള്ളത് ആ ടേം മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ ആൻസർ എഴുതാം. ഇതെന്തായാലും തീർക്കാം. 2 പൈ ബൈ 2 അത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് കട്ട് ചെയ്തിട്ട് എഴുതാം അല്ലേ. നമ്മളെന്തിനാ ഓരോ സ്റ്റെപ്പ് കൂട്ടുന്നത്? ഇവിടെ 2 2 കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ബാലൻസ് എന്ത് കിട്ടും? പൈ കിട്ടും. മൈനസ് കോമൺ ആണ്. സോ മൈനസ് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ബൈ 2 മൈനസ് 2 പൈ ബൈ 3. മൈനസ് അകത്ത് കൊടുത്തുകൊണ്ടാണ് അകത്ത് മൈനസ് വന്നത്. ഈ മൈനസ് ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. അതുകൊണ്ടാണ് 2 മൈനസ് അവിടെ കയറി വന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 3 റൂട്ട് 3 ബൈ 2 ഇൻറ്റു 3 എന്ന് കിട്ടും അല്ലേ. ഡിനോമിനേറ്ററിലെ 2 റൂട്ട് 3 കൂടെ 3 ആവും. മേളിൽ ഇത് പോകും. ഇതിങ്ങനെ ചെയ്തത് ഈ 3 കട്ട് ചെയ്യാനാണ് ചെയ്തത്. ഓക്കെ, പ്ലസ് എന്ത് കിട്ടും ഇവിടെ? പൈ മൈനസ് റൂട്ട് 3 ബൈ 2 മൈനസ് 2 പൈ ബൈ 3. അത് സോൾവ് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് 2 കാൽക്കുലേഷൻ അല്ലേ ഉള്ളൂ. ഭാഗത്ത് എന്ത് കിട്ടും ഇവിടെ? റൂട്ട് 3 ബൈ 2. ബാക്കി എല്ലാം ആയല്ലോ. ഇനി എല്ലാം ഒരുമിച്ച് എഴുതാം, കാരണം ഇനി മൈനസ് ഒന്നും ഇല്ലല്ലോ കോമൺ ആയിട്ട്. ഇങ്ങനെ കിട്ടിയില്ലേ? ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായ? ഈ ടേമും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ വരും? കാരണം അത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ മൈനസ് 2 പൈ ബൈ 3 എന്ന് കിട്ടും. എൽ സി കിട്ടുക 3 പൈ മൈനസ് 2 പൈ ബൈ 3. ആൻസർ എന്ത് കിട്ടൂടാ? പൈ ബൈ 3 സ്ക്വയർ യൂണിറ്റ്സ്. ക്ലിയർ ആവുന്നുണ്ടോടാ? വളരെ വലിയ ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തു. സിമ്പിളൊന്നും അല്ലല്ലേ, ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്തു എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്മാളർ പാർട്ട് ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതും മാർക്ക് ചെയ്ത് പഠിക്കണം. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്മാളർ പാർട്ട് ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ കട്ട് ഓഫ് ബൈ ദ ലൈൻ എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞൊരു ലൈൻ വെച്ച് ഒരു സർക്കിളിനെ കട്ട് ചെയ്യാം. ഒബ്വിയസ്ലി നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിളിനകത്ത് താഴെ ആയിപ്പോയല്ലോ. ഓക്കെ, നമ്മളൊരു സർക്കിൾ വരച്ചു. സർക്കിളിനെ എന്ത് ചെയ്യുന്നതാ, എക്സ് ഈസ് ഈക്വൽ എ ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് വെച്ച് കട്ട് ചെയ്യുന്നു. അത് വിട്. ഇപ്പൊ ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് എ സ്ക്വയർ. എ സ്ക്വയർ ആണ് റേഡിയസ് എന്ന് പറഞ്ഞേക്കുന്നത്. എ സ്ക്വയർ റേഡിയസ് ആകുമ്പോൾ എ സ്ക്വയർ ആണ് റേഡിയസ് അല്ല, റേഡിയസിന്റെ സ്ക്വയർ. അപ്പൊ എന്താണ് റേഡിയസ്? റേഡിയസ് അതിന്റെ റൂട്ട് ആയിരിക്കും. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ആയിരിക്കും. എ സ്ക്വയറിന്റെ റൂട്ട് എ ആണ്. അതായത് ഈ പോയിന്റ് ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് എ ആണ്. ക്ലിയർ ആയിക്കോളെ. ഇനി ഏത് ലൈൻ വെച്ചാണ് കട്ട് ചെയ്യുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞ ലൈൻ വെച്ചാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ ഈ റൂട്ട് വരുന്ന കാര്യമൊന്ന് മറന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടും അല്ലെ? എക്സ് ഈസ് ഈക്വൽ ടു എന്ന്. എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ലൈൻ എവിടെ വരുവാടാ? ഉദ്ദേശം ഇവിടെ ആയിട്ട് വരത്തില്ലേ? ഇതുമായിട്ട് ചേർന്ന് വരത്തില്ലേ? ചേർന്നല്ല, അതാണല്ലോ വരുന്നത്. ഇങ്ങനെ ലൈൻ വരും. ഇതല്ലേ എക്സ് ഈസ് ഈക്വൽ ടു എ. ഇതാണ് എക്സ് ഈസ് ഈക്വൽ ടു. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾ എവിടെയെങ്കിലും വെച്ച് കട്ട് ആവുന്നുണ്ടോ? ഇല്ല. അറ്റോ വരച്ചേ അല്ലേ? കട്ട് ആവുന്നില്ല. പക്ഷെ അവർ പറയുന്നുണ്ട് കട്ട് ചെയ്യുന്നുണ്ടെന്ന്. എ ബൈ റൂട്ട് 2 ആണെന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? എ ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ ചെറുതായിരിക്കും കട്ടിംഗ് ലൈൻ. അതായത് എ അല്ല, എനേക്കാളും കുറച്ച് മാറിയിരിക്കും. എ ബൈ റൂട്ട് 2 എന്നല്ലേ പറഞ്ഞ. എ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് പകുതി എന്നർത്ഥം. എ ബൈ 2 എയുടെ പകുതിയിൽ കട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. പക്ഷെ പകുതി എന്നല്ല, റൂട്ട് 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. റൂട്ട് 2ന്റെ വാല്യൂ വളരെ ചെറുതല്ലേ? സോ ഒബ്വിയസ്ലി ഉദ്ദേശം ഇവിടെ ആയിട്ട് വരും കട്ടിംഗ് ലൈൻ. ക്ലിയർ ആവുന്നുണ്ടോ? കുറച്ച് മാറി, വളരെ ഡിസ്റ്റൻസ് കൂടുതലൊന്നുമില്ല, വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാറിയാണ് ലൈൻ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട്. കുറച്ച് മാറി, എയിൽ നിന്ന് കുറച്ച് മാറി കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് അതിനെ എക്സ് ആക്സിസ് എന്ന് വല്ലതും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്യണോടാ? കണ്ടുപിടിക്കണം. പക്ഷെ നമ്മൾ അത്രയും പോർഷൻ കണ്ടുപിടിക്കോ? ഇല്ല, കണ്ടുപിടിക്കത്തില്ല. മേളത്തെ പോർഷൻ മാത്രം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യൂടെ? ഇൻറ്റു 2 മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ശ്രദ്ധിക്കാം. ക്ലിയർ ആയല്ലോ? എ എന്ന് പറഞ്ഞാൽ അറ്റം വരും, പക്ഷെ കട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് എ ബൈ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്ന് കുറച്ച് പോർഷൻ മാറി ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യും. ആ പോർഷൻ നമ്മൾ വരച്ചു. അതാണ് എ ബൈ റൂട്ട് 2. പോയിന്റ് മാർക്ക് ചെയ്ത് അത് എക്സിന്റെ പോയിന്റ് തന്നെയാണ് കേട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് തന്നേക്കുന്നത്. സോ നിങ്ങൾ സെപ്പറേറ്റ് ലിമിറ്റ് ഒന്നും കണ്ടുപിടിക്കണ്ട. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 0 ആണ്. ഇവിടെ എക്സിന്റെ പോയിന്റ് തന്നിട്ടുണ്ട് എ, വേറെ ഒന്നുമില്ല. അപ്പൊ ഏത് തൊട്ടാണ് വേരി ചെയ്യുന്നത്? എ ബൈ റൂട്ട് 2 ടു എ ആണ് എക്സിന്റെ ലിമിറ്റ്. വളരെ സാവകാശം ചെയ്താൽ മതി. എ ബൈ റൂട്ട് 2 ടു എ. കാരണം എ ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഈ പോയിന്റ്. ഇതാണ് എ ബൈ റൂട്ട് 2. ഈ പോയിന്റ് ആണ് എ ബൈ റൂട്ട്. അപ്പൊ എക്സ് അത് എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ എക്സ് ഏതോട്ട് ഏതുവരെ വേരി ചെയ്യുന്നു? എ ബൈ റൂട്ട് 2 മുതൽ എ വരെയാണ് എക്സിന്റെ ലിമിറ്റ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് അതുവരെ കട്ടിംഗ് പോർഷന്റെ മാത്രം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. കാരണം മേളിലും ഉണ്ട് താഴെയുണ്ട്, 2 പോർഷൻസ് ഉണ്ട്. നമ്മൾ ഒന്നേ കണ്ടുപിടിക്കുന്നുള്ളൂ. 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. സോ നമുക്ക് ഇക്വേഷൻ എഴുതാം. റിക്വേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വേർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാറ്റമല്ല, ഇന്റഗ്രൽ എന്താണ്? വൈ ഡി എക്സ്. എക്സിന്റെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഇത് തന്നെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ചെയ്തു വരാം. വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കണേന്ന് അടുത്ത ടാസ്ക്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്ടാ? എ സ്ക്വയർ ആണ്. അപ്പൊ അതിൽ നിന്ന് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ വൈ ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ലിമിറ്റ് എഴുതറ. എ ബൈ റൂട്ട് 2 ടു എ. വൈ കണ്ടുപിടിച്ചു. എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതിന്റെ കൂടെ എന്തുകൊണ്ടാണ്? ഒരു 2 മൾട്ടിപ്ലൈ ആണ്. കാരണം വേറെ ഒന്നിനുമല്ല 2 മൾട്ടിപ്ലൈ എന്ന്. എന്തിനാണ് ആലോചിക്കുക? 2 ഏരിയ ഉണ്ട്. അവസാനം 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഇപ്പം ആദ്യമേ കൊടുക്കുന്നു എന്നുള്ളൂ, നിങ്ങളുടെ ഇഷ്ടം. ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. എന്താണ് ഇക്വേഷൻ? ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോമുലയും ഇക്വേഷനും സെയിം അല്ലേ? എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2. ഫോമുല ഇക്വേഷൻ സെയിമാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഓക്കെ, രണ്ട് സെയിം ആയിട്ട് വന്നേക്കുന്നത്. അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഇട്ടാൽ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പുറത്ത് 2 ഇട്ട് കൊടുക്കുക. 2 വേറെ ഒന്നിനുമല്ല, 2 ക്വാർട്ടൻസിനെ മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യമേ നമ്മൾ. എക്സ് ബൈ 2 into root of a square minus x square plus a square by 2
സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ബൈ റൂട്ട് ടു ടു എ. ഇതിൽ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആവാൻ വേറെ റീസൺ ഒന്നുമില്ല, കാരണം ഇതിനകത്ത് നമുക്ക് നമ്പേഴ്സ് ഒന്നുമില്ല. നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങിയാണ്. ഇത് എയും എക്സും ഒക്കെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പാടൊന്നുമില്ല ക്വസ്റ്റിൽ. ഒന്ന് പതുക്കെ സാവകാശം സമാധാനമായിട്ട് സോൾവ് ചെയ്ത് ആൻസർ കിട്ടും. 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് എ ആണ്, എ കൊടുക്കാം. എക്സിനല്ല എ കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എഴുതേണ്ട ആവശ്യം ഉണ്ടാടാ, ആലോചിച്ച് നോക്ക്. നിങ്ങൾ നോക്കിയാൽ റൂട്ടിനകത്ത് നോക്കിയാണ് എക്സിന് എ കൊടുക്കണം. എക്സിന് എ കൊടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആവും. ഈ ടേം എന്തായിപ്പോൾ 0 ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പാർട്ട് എഴുതുന്നില്ല. ഫസ്റ്റ് പാർട്ടിന് ആൻസർ എന്താണ്? ഫസ്റ്റ് പാർട്ട് 0 ആണ്. അപ്പർ ലിമിറ്റ് ഫസ്റ്റ് പാർട്ടിന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 പ്ലസ് അടുത്ത സെക്കൻഡ് പാർട്ടിന് എ കൊടുക്കാം. എ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സിന്റെ സ്ഥാനത്ത് എ കൊടുക്കുക അല്ലേ? അപ്പോൾ എ ബൈ എ എന്ത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് ശ്രദ്ധിച്ചു കൊടുക്കണം. എക്സിന് എന്ത് കൊടുക്കുക? എ ബൈ റൂട്ട് കൊടുക്കുക. എക്സിന് എ ബൈ റൂട്ട് കൊടുക്കുമ്പോൾ എ ബൈ റൂട്ട് 2, അവിടെ ഒരു 2 കൂടെ ഉള്ളതുകൊണ്ട് ആ 2 അവിടെ എഴുതുക. ഇൻറ്റു റൂട്ട് ഓഫ്, ആലോചിക്കണം, റൂട്ട് ഓഫ് എന്താണ്? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സിനാണ് എ ബൈ റൂട്ട് കൊടുക്കുന്നത്. അപ്പം എ സ്ക്വയർ മൈനസ് എ ബൈ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. അപ്പം എന്ത് കിട്ടും? റൂട്ട് ഉണ്ട്. അപ്പം എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും അല്ലെ? എൽ സി എടുക്കണം. എൽ സി എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2a സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2a സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ 2. റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എന്താണ്? ഇതെല്ലാം റൂട്ടിനകത്താ കേട്ടോ. റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എന്ത് കിട്ടും? എ ബൈ റൂട്ട് 2. എ സ്ക്വയറിൻ്റെ റൂട്ട് എ, റൂട്ട് 2ൻ്റെ റൂട്ട് ബൈ റൂട്ട് 2. അപ്പോൾ ഞാൻ അവിടെ മാറ്റി എഴുതുകയാണ്. അത്രയും സ്റ്റെപ്പ് അവിടെ ഒഴിവാക്കുകയാണ്. ഒഴിവാക്കണമെങ്കിൽ ഞാൻ സൈഡിൽ ചെയ്തിട്ടുള്ള അത്രയും അല്ലെങ്കിൽ അവിടെ മെനക്കെട്ട് ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ അപ്പർ ലിമിറ്റ് ചെയ്തു, ലോവർ ലിമിറ്റ് അല്ല ഇൻറ്റു എന്താണ്? എ ബൈ റൂട്ട് 2 പ്ലസ് അടുത്തതിന് വീണ്ടും കൊടുക്കുകയാണ് എ സ്ക്വയർ ബൈ 2, അവിടെ കൊടുക്കണ്ട. സൈൻ ഇൻവേഴ്സ് ശ്രദ്ധിക്കുക എക്സ് ബൈ എ. എക്സിൻ്റെ സ്ഥാനത്ത് എ ബൈ റൂട്ട് 2. അപ്പോൾ എ ബൈ റൂട്ട് 2 ഇൻറ്റു എ. ക്ലിയർ ആയ? ബൈ എ ഡിനോമിനേറ്ററിൽ കയറി വരും. വീണ്ടും എയുടെ കട്ട് ചെയ്തുകൂടെ? കട്ട് ചെയ്യുക, ഒബ്വിയസ്ലി കട്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് മാറ്റി ഞാൻ ഒന്നുകൂടെ എഴുതാം. 0 പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ഇത് ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടൂടാ? എ സ്ക്വയർ ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ചെയ്യുമ്പോൾ 2 കിട്ടും. 2 ഇൻറ്റു 2 4. കറക്റ്റ് അല്ലേ? ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാം മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 2 ഇൻറ്റു 2 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ഇൻറ്റു 2 4 കിട്ടും. പ്ലസ് എന്താണ്? എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫോമുല അപ്ലൈ ചെയ്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത 2 ഇൻറ്റു 0 ഇനിയിപ്പോൾ എഴുതി മെനക്കെടണ്ട. എന്ത് കിട്ടൂടാ? എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്താണടാ? പൈ ബൈ 2. നിങ്ങൾക്ക് അറിയാമല്ലോ, പൈ ബൈ 2 മൈനസ് അകത്ത് നമുക്ക് സോൾവ് ചെയ്യാം. എന്ത് കിട്ടും? സോൾവ് ചെയ്യണ്ട. ഇനി ഈ മൈനസ് അകത്ത് കൊടുത്തിട്ട് അങ്ങ് എഴുതാം. ചുമ്മാ മെനക്കെട്ട് ഒരു സ്റ്റെപ്പും കൂടെ എഴുതണ്ട. ഈ മൈനസ്, ഈ പുറത്തുള്ള മൈനസ് ഉണ്ടല്ലോ, ഇത് ഇവിടെയും കൂടെ കൊടുത്തങ്ങ് എഴുത്. അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ ബൈ 4 മൈനസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 2 എത്രയാണെന്ന് അറിയാമോ? പൈ ബൈ 4. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. എ സ്ക്വയർ പൈ ബൈ 8 മൈനസ് എ സ്ക്വയർ ബൈ 4 മൈനസ് എ സ്ക്വയർ പൈ ബൈ 8. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? ഇനി ഇതിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം? ആലോചിക്കും. ഇതിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം? 2 ഇൻറ്റു 2 പുറത്തുള്ള 2 മറ്റേ ക്വാർട്ടൻസിൻ്റെ 2 ഇൻറ്റു എ സ്ക്വയർ പുറത്തെടുത്തൂടെ? പൈ എടുക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാത്തിനും പൈ കോമൺ ഇല്ല. എ സ്ക്വയർ ബൈ 4 പുറത്തെടുത്തൂടെ? എടുക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ത് കിട്ടൂടാ? എ സ്ക്വയർ ബൈ 4 പുറത്തെടുത്താൽ ആദ്യത്തെ ടേം എന്തായി മാറും? പൈ ആയിട്ട് മാറും. മൈനസ് 1 ആയിട്ട് മാറും. മൈനസ് എന്താണടാ? പൈ ബൈ 2 ആയിട്ട് മാറും. ഇതല്ലേ കിട്ടുന്നത്? ഓക്കെ, ഇനി പുറത്ത് ഈ 4ഉം 2ഉം കട്ട് ചെയ്താൽ 2 കിട്ടത്തില്ലേ? അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഈ പൈയും ഇതും തമ്മിൽ ചെയ്ത് നോക്കിയടാ. എൽ സി എടുത്ത് നോക്കി. 2 പൈ മൈനസ് പൈ ബൈ 2 എൽ സി എടുക്കുമ്പോൾ അപ്പോൾ എന്താണ്? പൈ ബൈ 2 എന്ന് കിട്ടും അല്ലേ? പോസിറ്റീവ് കിട്ടും. പൈ ബൈ 2 മൈനസ് 1 അവിടെ കിടക്കട്ടെ. 1 നമുക്ക് നിലവിൽ വേണ്ട, രണ്ടാമത്തോടെ ഇടാത്ത അല്ലേ? ഇങ്ങനെ കിട്ടും. ഇത് ഇത്രയും സ്ക്വയർ, ഇതാണ് ആൻസർ.
മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരി പാടാ കേട്ടോ, ഇച്ചിരി ലെങ്ത് ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവൂടാ, മനസ്സിലാകാത്ത കാര്യങ്ങളൊന്നുമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റൻ കേട്ടോ, ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞില്ല. ഇത് ചെയ്യാണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് കൂടുതൽ പിള്ളേർ തെറ്റിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ആൻസർ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ട്, ഒരുപാട് പിള്ളേർ ഇത് തെറ്റിച്ചെന്ന് പറഞ്ഞാൽ എയും ബിയും ഒക്കെ ആകുമ്പോഴേ അവർക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ ബിറ്റ്വീൻ എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 4 divided into 2 ഇവിടെ എന്തോ മിസ്സായെന്ന് തോന്നുന്നു. ഓക്കെ, അത് എൻ്റെ അതൊരു ക്ലാരിറ്റി ഇല്ലാത്ത. ഡിവൈഡ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ് ബൈ ദ ലൈൻ എക്സ് ഈസ് ഈക്വൽ ടു എ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. എടാ എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫിനെ രണ്ടായിട്ട്, എൻ്റെ എക്സ് ഈസ് ഈക്വൽ ടു 4 ഇങ്ങനെ നമുക്കത് വരയ്ക്കാം കേട്ടോ. ഈ ഷേപ്പ് നമ്മുടെ ഇതിലില്ല, അതുകൊണ്ട് ഞാൻ വരച്ചേ പറ്റത്തുള്ളൂ. ഇതാണ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് വൈ സ്ക്വയർ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കർവ്, പാരബോളിക് കർവ് ഇതാണ്. ഓക്കെ, എക്സ് സ്ക്വയർ അല്ല, എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഇതിനെ കട്ട് ചെയ്യുന്നു, എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞൊരു ലൈൻ വെച്ച് കട്ട് ചെയ്യുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ലൈൻ ഒബ്വിയസ്ലി ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. 4 എന്ന് പറഞ്ഞ ലൈൻ വെച്ച് കട്ട് ചെയ്യുന്നു. ഇനി അവർ ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. ഈ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഫിഗർ അല്ലേ, ഈ ഫിഗറിനെ ഏരിയ ഈക്വൽ ആവുന്ന രീതിയിൽ ഇടയ്ക്കൊരു ലൈൻ വെച്ച് കട്ട് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കുക, ഏരിയ ഈക്വൽ ആവുന്ന രീതിയിൽ ഇടയ്ക്ക് ഒരു സാധനം വെച്ച് കട്ട് ചെയ്യുക. ഏരിയയാണ് ഈക്വൽ ആകുന്നത്, ഈ ഫിഗറിനെ പകുതിയാക്കുന്നു എന്നല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ആയിട്ട് വരല്ലേ, കാരണം ഇവിടത്തെ ഏരിയയും സെയിം ആയിട്ട് വരണമെന്നാണ് പറഞ്ഞത്. ഏരിയയാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒബ്വിയസ്ലി അവിടെ അല്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി വരും അല്ലേ. ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മൾ രണ്ടാക്കുന്നു എന്നല്ല പറയുന്നത്, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ രണ്ടായിട്ട്. ഏരിയ സെയിം ആവുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഏരിയയാണ് സെയിം ആവുന്ന, പകുതി വെച്ച് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും അല്ലേ. 4 എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി, 2 ആണ്. പക്ഷെ പകുതി എന്നല്ല അവർ പറയുന്നത്, അവർ പറയുന്നത് എ എന്ന് പറഞ്ഞ പോയിന്റ് വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാണ് രണ്ടായിട്ട്. കൺസിഡറിങ് രണ്ട് സൈഡിലെ ഏരിയ എന്തായിട്ട് വരണം? ഈക്വൽ ആയിട്ട് വരണം. ഒരു സൈഡിൽ 5 കിലോ ഉണ്ടെങ്കിൽ അടുത്ത സൈഡിൽ എന്താണ് 5 കിലോ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലൈൻ എവിടെ വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആ ലൈനിനെയാണ് എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈ പോയിന്റ് അറിയാം, 0 0. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് 4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലെ ഏരിയ ഈക്വൽ ആണെന്ന് പറഞ്ഞ് ചെയ്യാം. ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. വളരെ എളുപ്പമാണ്. നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഏരിയ, ഈ ഫസ്റ്റ് പോർഷനിലെ ഏരിയയും ഈ സെക്കൻഡ് പോർഷനിലെ ഏരിയയും സെയിം ആണ്, ഇക്വേറ്റ് ചെയ്യും. അതായത് രണ്ട് ഏരിയാസ് എന്താണെടാ, ഇത് ഫസ്റ്റിലെ ഏരിയയും ഇത് സെക്കൻഡിലെ ഏരിയ ഈക്വൽ ആണെന്ന് പറയും. പറഞ്ഞ് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് ഏരിയ വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ, ലിമിറ്റ് എങ്ങനെയാണ്? ഫസ്റ്റിന്റെ ലിമിറ്റ് എന്താണ്? ഫസ്റ്റ് പോർഷന്റെ 0 മുതൽ എ വരെ. സെക്കൻഡിന്റെ ലിമിറ്റ് എന്താണ്? എ മുതൽ 4 വരെ അല്ലേ. വളരെ എളുപ്പമാണ് അല്ലേ. 0 മുതൽ എ വരെ ആ പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ ഏത് ഇതാണ് എടുക്കാനുള്ളത്? വൈ ഡി എക്സ് അല്ലേ. ജസ്റ്റ് എഴുതിയിട്ട് എഴുതാം. പിന്നെ എ മുതൽ എന്താണ് 4 വരെ, അവിടെ എന്താണ് വൈ ഡി എക്സ്. ഇത് മാത്രമാണോ? ഇതിന്റെ ഈ ക്വസ്റ്റ്യനിൽ വേറെ എന്തെങ്കിലും ഒരു പറഞ്ഞിട്ടുണ്ടോ? സോ ഒബ്വിയസ്ലി താഴത്തെ ക്വാർട്ടറിന്റെ കൂടെ കൺസിഡർ ചെയ്യണ്ടേ. അപ്പൊ എന്ത് എടുക്കണം അവിടെ? എല്ലാത്തിന്റെ കൂടെ രണ്ട് സൈഡിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം വേറെ ഒന്നും അല്ല, ഈ 2 എല്ലാം കട്ടായി പോകും. തൊട്ടടുത്ത സ്റ്റെപ്പിൽ രണ്ട് സൈഡിലും 2 ഉള്ളതുകൊണ്ട് കട്ടാവും. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ 2 എഴുതണം. കാരണം മേളിലത്തെ ക്വാർട്ടറിന്റെ മാത്രമല്ല താഴത്തെ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യനിലെ മേളിൽ മാത്രം എടുക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ താഴെയും കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്യുമ്പോൾ 2 എന്ന് എഴുതണം. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ക്യാൻസൽ ചെയ്യാം. കാരണം എന്താണ്? സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് 2 രണ്ട് സൈഡിലും വേണ്ട. പക്ഷെ നമ്മൾ എഴുതിയിട്ടേ കട്ട് ചെയ്യാം. 2 എങ്ങനെ വന്നത് മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ സാധാരണ എപ്പോഴും ഈ ക്വാർട്ടറിന്റെ മാത്രമാണ് എടുക്കാറുള്ളത്. എടുത്തിട്ട് ഇൻറ്റു 2 ചെയ്യും. കാരണം താഴെയും കൂടെ കിട്ടാൻ വേണ്ടി ഇൻറ്റു 2 ചെയ്യും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒന്നും പറയാത്തതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഇൻറ്റു 2 ഇട്ടാണ് ചെയ്ത് പോകുന്നത് രണ്ട് സൈഡിൽ. ഇവിടെയും അങ്ങനെ ചെയ്യും, അപ്പുറത്തും അതേപോലെ ചെയ്തു പോയത്. സോ ഒബ്വിയസ്ലി ഇനി വൈ എന്താണെന്ന് അറിയണ്ടേ? വൈനെ പറ്റി അറിയണം. വൈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ തന്നിട്ടുണ്ട്. സോറി, എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ തന്നിട്ടുണ്ട്. സോ വൈ ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് എക്സ് അല്ലേ. രണ്ട് സൈഡിലെ ഏരിയ റൂട്ട് എക്സ് അല്ലേ? ആണ്. കാരണം എന്താ? രണ്ട് സൈഡിലെ ഏരിയ സെയിം എന്ന് പറഞ്ഞാലേ കൺസിഡർ ചെയ്യുന്നത്. ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ്.
ഫസ്റ്റിലെ ലിമിറ്റ് എന്താണ് 0 to a, സെക്കൻഡിലെ ലിമിറ്റ് എന്താണ് a to 4. ഫസ്റ്റിലെ ലിമിറ്റ് 0 to a, സെക്കൻഡിലെ ലിമിറ്റ് a to 4. ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റില് നമുക്ക് എന്ത് എഴുതാം, എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം അല്ലേ. കാരണം എന്താ, റൂട്ട് എക്സിനെ മാറ്റി എപ്പോഴും നമ്മൾ എന്താണ് എഴുതുന്നത്, എക്സ് റേസ് ടു 1/2 എന്നാണ് എഴുതുന്നത്. എക്സ് റേസ് ടു 1/2 എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് എക്സ് റേസ് ടു 1/2 ഇന്റഗ്രൽ, എക്സ് റേസ് ടു 3/2 ലിമിറ്റ് ഇടുക 0 to a, സ്ക്വയർ ബ്രാക്കറ്റ് സെറ്റ് വേണം ചെയ്യാൻ. റൈറ്റ് സൈഡിലും എന്താണ് എക്സ് റേസ് ടു 3/2 a to 4. ഓക്കെ, രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സിനെ റെസിപ്രോക്കൽ എടുത്ത് പുറത്തെഴുതാം. 0 to a is equal to ഇവിടെ ഇവിടെ 2/3 into x raised to 3/2 into a to 4. രണ്ട് സൈഡിലും വീണ്ടും 2/3 സെയിം ആയിട്ട് വന്നുകൊണ്ട് രണ്ട് സൈഡിലും വീണ്ടും നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് റേസ് ടു 3/2 ഇൻറ്റു ലിമിറ്റ് 0 to a, റൈറ്റ് സൈഡിൽ എക്സ് റേസ് ടു 3/2 തന്നെയാണ്, അവിടുത്തെ ലിമിറ്റ് 0 to 4 അല്ലേ. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചെയ്യണം, a raised to 3/2 മൈനസ് ലോവർ ലിമിറ്റ് 0 ചെയ്യുമ്പോൾ എന്ത് 0 കിട്ടും, ഈസ് ഈക്വൽ ടു അടുത്തത് 4 raised to 3/2 മൈനസ് എന്താണ് 0 അല്ല a ആണ്, a to 4, 0 അല്ല a to 4 മൈനസ് എന്താണ് a raised to 3/2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, a raised to 3/2 ഈസ് ഈക്വൽ ടു 4 raised to 3/2 മൈനസ് a raised to 3/2 അല്ലേ. ഈ a raised to 3/2 ലെഫ്റ്റിൽ കൊണ്ടുപോകാം. a raised to 3/2 പ്ലസ് a raised to 3/2 ഈസ് ഈക്വൽ ടു എന്താണ് 4 raised to 3/2. എന്താണ് ലെഫ്റ്റ് സൈഡിൽ a raised to 3/2 പ്ലസ് a raised to 3/2, 2a raised to 3/2 ഈസ് ഈക്വൽ ടു 4 raised to 3/2. 2ഉം 4ഉം വന്നില്ലേ, കട്ട് ചെയ്യണം. ഇപ്പം എന്ത് കിട്ടും, 2 ആവത്തില്ലേ. അല്ലല്ലോ, അങ്ങനല്ല, കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് 2a raised to 3/2 ഈസ് ഈക്വൽ ടു 4നെ നമുക്ക് 2 square into 3/2 എന്ന് എഴുതി കൂടെ, 4നെ നമുക്ക് 2 square എന്ന് എഴുതി കൂടെ, അതിൻ്റെ കൂടെ 3/2 ഉള്ളതുകൊണ്ട് 3/2 എഴുതി. 2ഉം 2നും കൂടെ കട്ട് ചെയ്താൽ 2a raised to 3/2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 2 cube എന്ന് കിട്ടും. അത് 2a raised to 3/2 ഈസ് ഈക്വൽ ടു നമുക്ക് 8 എന്ന് എഴുതി കൂടെ. 2 into 2 into 2 എത്രയാണ്, 8. 2 cube അത് 2 into 2 into 2 എന്താണ് 8. ഓക്കെ, അപ്പം ഇനി ഈ 2നെയും 8നെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. സിംഗിൾ ടേം ആകുമ്പോഴേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാനൊരു കൺഫ്യൂഷൻ ആയത്. 4 a raised to 3/2 ഈസ് ഈക്വൽ ടു 4. നമുക്ക് a അല്ലേ കണ്ടുപിടിക്കാനുള്ള, a ഈസ് ഈക്വൽ ടു 4 raised to 2/3 തിരിച്ചെഴുതിയാൽ മതി, അതായത് 2/3. a ഈസ് ഈക്വൽ ടു 4 raised to 2/3 എന്ന് നമ്മൾ തിരിച്ചെഴുതിയാൽ മതി. ആൻസർ ആണ്. ക്ലിയർ ആവോടാ, മനസ്സിലായോ? വളരെ എളുപ്പമല്ലേ. അതായത് 4 raised to 2/3 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡിസ്റ്റൻസ് മാറ്റിയാണ് നമ്മളവിടെ ലൈൻ വരയ്ക്കുന്നത്. അപ്പോഴാണ് രണ്ട് സൈഡിലും ഏരിയ എന്തായിട്ട് കിട്ടുന്നത്, സെയിം ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി, ഈ ക്ലാസ്സിൽ ഇത്രയും മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻസ് വേണ്ട, 3 ചെയ്യിപ്പിച്ചത്. ഇനി അടുത്തൊക്കെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത സെക്ഷനും കൊണ്ട് അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് അടുത്ത എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.